Hello guys, welcome back. New video. So, മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് നമ്മൾ റിവ്യൂ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ വീഡിയോ കണ്ടുപിടിക്കുക. പിന്നെ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് വേറെ ചാനൽ പോയിക്കണം. അപ്പോൾ ഈ രീതിയിലൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. വേണേ കണ്ടാൽ മതി, ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മുടെ വിക്രം കിടിലൻ, എൻ്റെ പേര് കൊള്ളാം, വിക്രം ഒരാളെ ഒരു തെളിഞ്ഞ് ശോഷിച്ച് ഇവനെയൊക്കെ ആരാണാ വില്ലനാക്കി എനിക്കറിയത്തില്ല. തൊലിഞ്ഞാൻ നിൽക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ കാരണവർ മറ്റേ അയ്യോ പാവം ക്യാപ്റ്റൻ, പിന്നെ രണ്ട് പേരും കൂടെ അറിയാലോ, മറ്റേ ചെന്നൈ പഠിച്ച മറ്റവൻ കിരൺ റൗഡിയാണെന്ന് പറഞ്ഞു. അവൻ്റെ ദേഷ്യം വരുമ്പോൾ അവൻ്റെ മോത കാണുന്നതിന് നിപ്പ് കാണണം, എന്നാ മോദിക്കവൻ്റെ. പിന്നെ അടുത്തത് കല്യാണിക്കുട്ടി. ഈ 4 പേരും കൂടെ അവിടെ സീനെ കാണിക്കുന്നത്. അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കിരൺ ഒരു ഡയലോഗ് ചോദിക്കുന്നുണ്ട്, പൊന്നാരാ മോനെ നീ എഴുന്നേറ്റോളാ അവിടുന്ന്, ഇനിയെങ്ങാനും നീ എവിടെയെങ്ങാനും കിടന്ന് ഉണ്ടാക്കുവാണെങ്കിൽ നിന്റെ 2 കൈയും കാലും ഞാനിവിടെ തല്ലി ഓടിക്കും എന്നൊരു വേറട്ടെന്നുണ്ട് പുള്ളി അങ്ങോട്ടങ്ങ്. അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛൻ പ്രകാശനോട് ചോദിക്കുന്നുണ്ട്, മോനൊന്നും പറഞ്ഞില്ല, എന്തായിരുന്നു സംസാരിച്ചെന്ന് ചോദിച്ചു. ഇല്ല മക്കളെ, ഒന്നും പറഞ്ഞില്ല എന്ന് പ്രകാശൻ പറയുന്നു. അപ്പോൾ കല്യാണിക്കുട്ടി, അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ നായിൻ്റെ മോനെ ആദ്യം വീട്ടിൽ കൊണ്ടുപോകണ്ടോന്ന്, നിങ്ങളത് കേട്ടോ? അപ്പോൾ മൂപ്പർ ഒന്നും പറയാതെ വളരെ മൗനമായിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിന്നെ കൊണ്ടുപോകാനായിട്ട് നിന്റെ തറവാടിൽ നാട് വരുന്നുണ്ടടാ പുന്നാര മോനെ എന്ന് കിരൺ പറഞ്ഞിട്ട് ഏതാണ്ട് കുറേ പറഞ്ഞിട്ട് ഡയലോഗ് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം ഇവർ രണ്ടും മാത്രമാണ്, ആര്, നമ്മുടെ വിക്രമും പ്രകാശനും മാത്രം ഇരുന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആണ്ടെ അവന് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. അവൻ്റെ ഡയലോഗുണ്ട്, അവൻ്റെ കൂടെ അവളുടെ കൂടെ ദൈവമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ മോന് അറിയാം ദൈവം ഉണ്ടെന്നുള്ളത്. എന്നിട്ട് കാരണം ചെറുപ്പം പോലെ അമ്പലത്തിൽ പോവും, മറ്റേ പരിപാടി കാണിച്ചില്ലേ, പിന്നെ ദൈവം ഇല്ലായിരിക്കും. എന്നാൽ ദൈവത്തെ വരെ ഞാനുണ്ടല്ലോ, തോൽപ്പിക്കും, ഒരവസരം കിട്ടിയ പുന്നാര മോളെ തുണ്ടമായി വെട്ടി അരിയും എന്ന അവൻ അച്ഛൻ്റെ മുന്നിൽ വെച്ചൊരു ഡയലോഗ് വീഴുന്നുണ്ട്. അപ്പോൾ കോപിഷ്ടനായി നമ്മുടെ പ്രകാശനൊരു നോട്ടങ്ങൾ നോക്കുന്നുണ്ട്. എന്താ നോക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മക്കളെന്ന് പറയുന്നു പുന്നാര മോൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ മനു, കള്ളക്കാമുകത്തിനാടി ഒരു ഭാര്യനെ ഉണ്ടാക്കിയിട്ട് അവൻ അത് പോരാഞ്ഞിട്ട് വേറെ ഒരുത്തിയുടെ പുറകെ കിടന്ന് നടന്ന് തൊലിച്ചുണ്ടാക്കുന്ന മന്ന. അവനൊക്കെ ഭാര്യയെ കാണാൻ കൊള്ളത്തില്ലെങ്കിൽ ഒക്കെ നല്ല തുളുടുപോലിരിക്കുന്ന പെണ്ണുമ്പിള്ളി. അതിന് നിർത്തിയിട്ട് വേറെ ഒന്നിൻ്റെ കൂടെ പോവുക, ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട്. അല്ല അവനിങ്ങനെ വീട്ടിലേക്ക് ഇല്ല, സ്വന്തം ഭാര്യ എടുത്ത് എന്നിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ അവളവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഈ മറ്റവളുടെ എന്നാ പണിയാണ് കൊടുക്കണ്ടേന്ന് ഇങ്ങനെ കണക്ക് കൂട്ടി അവളങ്ങ് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അവൻ പതിയെ അവനൊരു ഭയം, ഇനി ഇവൾക്കെല്ലാം അറിയാമോ, എന്തെങ്കിലും അറിയോ എന്ന് സംശയിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണേ. അപ്പോൾ പതിയെ മന്ദമായി അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് മോളേന്നൊരു വിളിയുണ്ട്, ഒരു ഒലിപ്പീരുണ്ട് പന്ന ഓൻ. അപ്പോൾ മനുവേട്ടനെ എപ്പോൾ വന്നു? ഓഫീസിൽ നേരത്തെ വന്നോ? ചോറ് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഒന്നിച്ച് കഴിക്കാം ബാ എന്ന് പറയുന്നു. അപ്പോൾ മനുവേട്ടൻ പറഞ്ഞു, വേണ്ട മോളെ ഞാൻ കഴിച്ചിട്ടാ വന്നേന്ന് പറയുന്നുണ്ട്. അപ്പോൾ പന്ന മനസ്സിൽ ഇനി ഇവളെങ്ങാനും ഈ ചോറിനകത്തെങ്ങാനും വിഷം വെച്ചിട്ടുണ്ടെങ്കിലോ അതോ അതിൻ്റെ അപ്പുറം ഈ പന്നാണി മോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ടൻ മനസ്സിൽ വിചാരിക്കുന്നത്? ഒന്നുമില്ല മോളെ, വെറുതെ ഞാൻ കൊച്ചൻ്റെ എന്ന് ചോദിക്കുന്നു.
അപ്പോൾ കൊച്ച് അമ്മയുടെ കയ്യിലുണ്ട്, ഞാൻ വിളിച്ചോണ്ട് വരണമെങ്കിൽ എടുത്തോണ്ട് വരാം. ഓ വേണ്ട മോൾ, അവൾ കിടന്നോട്ടെ. അങ്ങനെ ഏതാണ്ടൊക്കെ കുറേ കാലം സംസാരിക്കും. പിന്നെ വീണ്ടും നമ്മുടെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇവിടെ കാണിക്കും, ഇവിടെ ഹോസ്പിറ്റലിന്. അപ്പോൾ കല്യാണിയും കിരണും വേറെ ഡ്രസ്സിൽ കുളിച്ച് കുട്ടപ്പത്തിയായിട്ട് കല്യാണിക്കുട്ടി സാരിയൊക്കെ എടുത്ത് കുണുങ്ങി വരുന്നു. നമ്മുടെ കിരൺ ചേട്ടൻ വേറൊരു സ്റ്റൈലിൽ എക്സിക്യൂട്ടീവ് സ്റ്റൈലിലേക്ക് വന്നെത്തുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട് വീണ്ടും ഡയലോഗ് അടിക്കുന്നുണ്ട് കിക്കറിനകത്ത്. എഴുന്നേറ്റ് നടക്കാറായില്ലവൻ പച്ചൻ, ഞാനൊന്ന് എഴുതി നടക്കാൻ ശ്രമിച്ചായിരുന്നു. അപ്പോൾ കല്യാണിക്കുട്ടി, നിങ്ങളുടെ കാലായില്ലേ ഓടിക്കുന്നതിന് പകരം ഈ കിടക്കുന്ന മറ്റവൻ്റെ കയ്യും കാലുമാണ് വലിയ ഓടിക്കേണ്ടിയിരുന്നത് എന്ന് പറയുന്നു. അപ്പം കിരൺ പറയുന്നുണ്ട്, ഇനി എന്തായാലും ഇവനെ വരവോളം തീർന്നല്ല, ഇനിയിപ്പോൾ നിനക്ക് നിന്റെ സുഹൃത്തുക്കൾ വരില്ല, അപ്പം എങ്ങോട്ടാണെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. പോലീസുകാർ വരുന്നുണ്ട് എൻ്റെ പുറകെ തന്നെ, നേരത്തെ ഞാൻ പോകുന്നതിന് മുമ്പ് വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തായാലും ഇപ്പം എത്തുന്നു, നിന്നെ കൊണ്ടുപോകേണ്ട ആള് വരുന്നുണ്ടടാ പൊന്നാര മോനെ എന്ന് പറഞ്ഞ് ഡയലോഗ് വീഴുന്നുണ്ട്. അതിന് പോലീസുകാർ എന്നിട്ട് എഴുന്നേക്കണ മറ്റേ നിന്റെ കോണത്തിൽ നിനക്ക് എങ്ങനെയാട്ടോ നിന്റെ സ്വസ്ഥം എന്ന് പോലീസുകാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വിക്രമിൻ്റെ ഒരു ചുമയുണ്ട്, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമച്ചൊന്നും കോച്ചൊക്കെ മതിടാ നീ എഴുന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് ആന പിടിച്ച് എഴുന്നേക്കണം. അപ്പോൾ അച്ഛൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ രമേശനല്ല പ്രകാശിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ആവർത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിക്രമ. പ്രകാശൻ എന്നാ ചെയ്യാനാ, പ്രകാശൻ ഇങ്ങനെ മൈൻഡിലായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവനെ പോലീസുകാരെ കൊണ്ടുവന്നു, ഇവർ 3 പേര് മാത്രം നിൽക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ഡയലോഗുണ്ട്, എന്താണ് മോനെ കൊണ്ടുപോലും സന്തോഷമുണ്ടോ മോനെ അച്ഛാ ചോദിക്കുന്നു. ഇല്ല മക്കളെ, ഒരു സന്തോഷവും ഇല്ല. കയ്യിൽ അവസാനം നേരത്തെ സീരിയൽ കഞ്ഞിൻ്റെ കാഴ്ച കിട്ടണമല്ലോ, അതായിരിക്കും അവൻ്റെ സന്തോഷം, അല്ല അങ്ങനെ എന്നാ കൊണ്ടേ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവർ രണ്ടുപേരും വെളിയിലേക്ക് പോകണം. കല്യാണിക്കുട്ടിയും നമ്മുടെ ആരാണ് പുറത്തേക്ക് പോണേ, മറ്റോളും ഏതാളാ കിരണും പുറത്തേക്ക് പോന്നു. പിന്നെ കാണിക്കും ജയിലിൽ പോലീസ് ജീപ്പിൽ കയറി പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇവനെ വിക്രമനെ കാണിക്കും. വിക്രമൻ അപ്പോൾ പ്രകാശിൻ്റെ മുഖത്തേക്ക്, പ്രകാശം ഇപ്പോൾ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ മുഖത്തേക്ക് തൂഷി നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും കിരണിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കിരൺ ഒരു ഡയലോഗുണ്ട്, 5 ഡയലോഗുണ്ട്. പൊന്നാര മോനെ നീ എന്നാണോ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, കയറി പോടാന്ന് വെച്ചു. നിൻ്റെ ഈ പോലീസുകാരെ മുന്നിൽ വെച്ച് ഞാനൊരു ഡയലോഗ് അങ്ങ് പറയാൻ പോവാ, നീ കേണെങ്കിൽ കുറിച്ച് വെച്ചോ. അതായത് ഇനി എങ്ങാനും ആരോടെങ്ങാനും ഇറങ്ങി ഇമാതിരി വേണ്ടാതിനം കാണിക്കാൻ നീ ഉതിർന്ന പുന്നാര മോനെ നിന്റെ നെഞ്ചാങ്കോട് അങ്ങ് ഇടിച്ച് കത്തി പഴുപ്പാക്കിയിട്ടുണ്ടല്ലോ, പിടിച്ച് ഞാനങ്ങ് ഇറക്കും. കഴിഞ്ഞിട്ടുണ്ടല്ലോ നിന്നെ കൊല്ലുക്കള ഞാൻ. എൻ്റെ ജയിലിൽ പോകാൻ നല്ലൊരു പാർട്ടിയില്ല ഞാൻ തയ്യാറാക്കിയിട്ടില്ല, ഞാൻ കൊലപാതകം പുഴുപ്പം പോലെ എടുക്കും. അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കലടാ പന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മാറുകയാണ്. സോ അങ്ങനെയാണ് ആ ഒരു സീരിയൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നത്. സോ നെക്സ്റ്റ് സീരിയൽ എപ്പിസോഡ് നമുക്ക് കാണാം ഗൈസ്. താങ്ക് യു.